നമ്മളെ നാട്ടിലെ വീടുകൾ പോലെ തന്നെയല്ലേ ഓരോ വീടുകൾ കണ്ടില്ലെങ്കിൽ നാട്ടിലെ പഴയ വീടുകൾ. അപ്പോൾ കൊസോവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അംഗീകരിക്കാത്ത ഒരു രാജ്യമാണ്. കാട്ടിലെ ഏതൊരു ഭയങ്കര തണുപ്പുള്ള സ്ഥലത്തുള്ള ഒരു ബോർഡർ കൂടിയാണ് ഇവർ പോവുക. റിസ്ക് ഉള്ള വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. മസഡോണിയൊന്നും ചിലപ്പം പുറത്തേക്ക് വിട്ടുന്ന് വരും. കൊസോവോ മാത്രമേ നമുക്ക് ടെൻഷനുള്ളൂ. അതല്ലെങ്കിൽ ഷെങ്കൻ വിസ ഉള്ള ചില സമയത്ത് ഇന്ത്യക്കാരെ കടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഓരോ മൂഡ് അനുസരിച്ചിട്ടാണ്. -7 ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ, എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? അങ്ങനെ നമ്മളെ ട്രിപ്പ് തുടരുകയാണ്. ഇപ്പം മസഡോണിയയിലാണുള്ളത്. ഇന്ന് മസഡോണിയയിൽ നിന്നും കൊസോവോയിലേക്ക് പോവുകയാണ്. കൊസോവോ. അപ്പോൾ കൊസോവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അംഗീകരിക്കാത്തൊരു രാജ്യമാണ്. ഇന്ത്യ ഈ രാജ്യത്തിന് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈ റോഡിൽ അവർ എൻട്രി തരില്ല എന്നാണ് പറയുന്നത്. ഇതുവരെ ആരും പോയിട്ടില്ല എന്ന് പറയുന്നു. അപ്പം ഞാനതിന് വേണ്ടി ട്രൈ ചെയ്തു ഇന്നലെ. അങ്ങനെ നമ്മൾക്ക് ഒരു 2 സുഹൃത്തുക്കൾ ഇതിൽ എനിക്ക് ഇവിടുത്തെ ആൾക്കാർ പോകുന്ന ഒരു ബോർഡറുണ്ട്. ഇവിടുത്തെ ആൾക്കാർ പോകുന്ന ഒരു ബോർഡറിലൂടെ കൊസോവോയിലേക്ക് പോകാൻ അവരെ കൂടെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഒരു ആങ്സൈറ്റിംഗ് ആണ്. പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ പറഞ്ഞത് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ബോർഡറിനും കൊണ്ട് തിരിച്ചു പോരുക, ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. ഉണ്ടാവേണ്ട ആവശ്യമില്ല, നമ്മൾ യാത്രക്കാരാണ്. അവർ തന്നിട്ടില്ലെങ്കിൽ തന്നില്ല എന്നേ ഉള്ളൂ, അതല്ലാതെ നമുക്ക് തിരിച്ചു പോരാൻ പറ്റും. പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്യാണ്. നമ്മളെ 11 രാജ്യത്തിൻ്റെ യാത്രയിൽ നമുക്ക് ഒരു രാജ്യം മിസ്സാവരുത് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങനെയാണല്ലോ യാത്ര. നമ്മളെ ബഡ്ജറ്റും ഉണ്ട്, നമുക്ക് റിസ്കുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടായിരിക്കും നമ്മളെ യാത്ര. ഭയങ്കര തണുപ്പാണ്, മൈനസിലാണുള്ളത്. പക്ഷേ നമ്മൾ വെച്ച കാല് മുന്നോട്ടേക്ക് തന്നെ വെക്കുകയാണ്. ദൈവസഹായം ഉണ്ടെങ്കിൽ നമ്മൾ ബോർഡർ കടക്കും. ബോർഡർ കടന്ന് കിട്ടിയാൽ അടിപൊളി പരിപാടിയായിരിക്കും. കാരണം ബൈ റോഡിൽ നമുക്ക് കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സംഗതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യാണ്. അപ്പം നടക്കെങ്കിലും നമുക്ക് നടക്കും. അങ്ങനെ ഇന്നിപ്പം നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ട് കൊസോവോയിലേക്കുള്ള യാത്രയാണ്. അപ്പം നമ്മൾ മസഡോണിയയിലെ സ്കോപ്ചെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇന്നലെ കാണിച്ചു നമ്മളെ ഇതൊക്കെ കിച്ചനൊക്കെ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത്. €5 ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ഒരു ബന്ന് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ അവിടെ കാട്ടിലെ ഏതൊരു ഭയങ്കര തണുപ്പുള്ള സ്ഥലത്തുള്ള ഒരു ബോർഡർ കൂടിയാണ് ഇവർ പോവുക. അപ്പോൾ അവിടെ പോകുമ്പം അവിടെ സെർബിയായിട്ടുള്ള ആൾക്കാരെ എന്തോ ഒരു ഇഷ്യൂ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാലും ഭക്ഷണം കയ്യിൽ കരുതിയതാണ്. അപ്പം നമ്മളെ യാത്രയിലെ ലേശം റിസ്ക് ഉള്ളൊരു സ്ഥലമാണ്. തണുപ്പാണ്, യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ബഡ്ജറ്റ് ഉണ്ട്. ബോർഡർ വഴി ആദ്യമായിട്ട് കടക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വേണ്ട എല്ലാ ഒരു റിസ്ക് കൂടിയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ആ യാത്രയിൽ നമ്മളെ കൊസോവോയിലേക്കുള്ള യാത്രയിൽ എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എൻ്റെ ബണ്ണിൽ ഞാനിങ്ങനെ ഇവിടുന്ന് കിച്ചണിൽ ഇതൊക്കെ കരുതി തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ നമ്മളെ ചായപ്പൊടി അങ്ങനത്തതൊക്കെ ഇവിടുന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം അവിടെ എത്തുമ്പോൾ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിലാണെങ്കിൽ ഇങ്ങോട്ട് എത്താൻ ബുദ്ധിമുട്ടും. എത്തുന്നത് ഏത് രീതിയിലാണെന്ന് അറിയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കരുതുക എന്നുള്ളത് ഒരു നിർബന്ധമാണ്. ചെറിയ ബന്ന് ഇത്രയേ ഞാൻ കഴിക്കാറുള്ളൂ. ഈ ബന്നാണ് നമ്മൾ കരുതുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട നമ്മളെ സുഹൃത്ത് ഒരു ഗ്ലാസ് പാലൊക്കെ തന്നിട്ടുണ്ട്. ഇന്നലെ എനിക്ക് രാവിലെ പോകുമ്പോൾ കുടിച്ചിട്ട് പോയിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അവർക്ക് ഏതെല്ലോ രാജ്യങ്ങൾക്ക് അലൗഡ് ഉണ്ട്, പക്ഷേ നമ്മളെ ഇന്ത്യക്ക് മാത്രമല്ല എന്നുള്ളത്. ഇതിപ്പോൾ നമ്മളെ ബാഗ് ജാക്കറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പുറപ്പെടാൻ പോവുകയാണ് യാത്ര. അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുക. നമ്മൾ ഈ യാത്രയിലെ ഏറ്റവും റിസ്ക് ഉള്ള ഒരു ബോർഡറാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കട്ടോ. ഇവിടുത്തെ മഞ്ഞിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, വാഹനങ്ങളൊക്കെ കണ്ടോ. ഇത് നമ്മൾ പറഞ്ഞ വറൂദ് നദിയാണ് കേട്ടോ, വറൂദ് നദി. ഇവിടുത്തെ ഇപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ എടുത്താണിത് പോവുക, അവിടേക്ക് പോവുക കേട്ടോ. അപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്ത് സൈഡിലാണ് ഇവർ. ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ പോയി വരുന്ന ഒരു റൂട്ടാണ്, ആ വാഹനമാണ്, അവരെ കൂടെയാണ് പോകുന്നത്. അപ്പം
എൻട്രി പാസ്പോർട്ട് അടിക്കോ വീസ അടിക്കോ എൻട്രി അടിക്കോ എന്നൊന്നും അറിയില്ല കേട്ടോ. അവർക്കറിയില്ല. അവർ വെറും അവരെ കാർഡ് കാണിച്ചിട്ടൊക്കെ പോയി വരുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യക്കാർക്ക് പോകണമെങ്കിൽ എയർപോർട്ടിൽ കൂടെ തന്നെ പോകണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ യാത്രയിൽ വഴി റോഡ് കഴിയുമോ എന്നുള്ളതൊന്ന് ശ്രമം നടത്തുകയാണ് കേട്ടോ. -7 കേട്ടോ. -7 കുറച്ച് നേരം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു ബൾഗേറിയയിൽ. വേറെ അൽബേനിയയിലൊന്നും മൈനസിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. 0 ഡിഗ്രിയിൽ 3 ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് കൊസോവോയിൽ ഇതിനെക്കാട്ടി -അല്ലായിരിക്കും എന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ. ഇതൊരു മഞ്ഞിൻ്റെ മലകളിലൂടെയുള്ള, നമ്മൾ അൽബേനിയയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ മഞ്ഞിൻ്റെ മലേൻ്റെ ബോർഡറാട്ടോ കിട്ടിയിരുന്നത് മെസഡോണിയക്ക്. പക്ഷേ അതേപോലെ തന്നെ ഇത് അതിനെക്കാട്ടിയും വലിയ മലേൻ്റെ ക്രോസിംഗ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ ഭയങ്കര മഞ്ഞ് വീഴ്ചയൊക്കെ വരുന്ന സമയത്ത് അധികം മൈനസിലേക്കൊക്കെ എത്തുമ്പോൾ ഇവിടുത്തെ യാത്രയും ബ്ലോക്കായിരിക്കും. ഇവിടെ പിന്നെ ആ ബോർഡർ കടക്കാൻ കഴിയില്ല, ബ്ലോക്ക് ചെയ്യും വരും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്തുള്ള റിസ്ക്കുകളാണ്. ഇന്നിപ്പം മഞ്ഞ് വീഴ്ച ഉണ്ടാവുമെന്ന് അറിയില്ല. ഇന്നിപ്പോൾ 7 ആയതുകൊണ്ട് പോകും മതിയാവും. പക്ഷേ നോക്കാം, നമ്മൾ എന്തായാലും ശ്രമം നടത്തുക, അതാണ് നമ്മളെ പരിപാടി. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ് കേട്ടോ, ഗസ്മെൻറ്റ് ടൂറിസ്റ്റ്. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഇതിൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ പോകുന്ന ഒരു ബസ്സാണ്. അപ്പോൾ നമ്മളൊന്ന് കയറി നോക്കുകയാണ്. ബോർഡറിൽ നമുക്ക് കടന്നു കിട്ടിയാൽ കിട്ടി. അങ്ങനെ അവരുടെ കൂടെ ഞാൻ പോവുകയാണ്. ടിക്കറ്റ് നോക്കുന്ന ആളാട്ടോ നമ്മളെ ഡ്രൈവർ. ടിക്കറ്റ് നോക്കുന്ന ആളാണ് നമ്മളെ ഡ്രൈവർ. ഇപ്പം ഇവിടുത്തെ ആൾക്കാർ ലോക്കൽ ആൾക്കാരാണ് ഉണ്ടാവുക മൊത്തം. അപ്പോൾ അങ്ങനെ നമ്മൾ പുറപ്പെടാൻ പോവാണ് കേട്ടോ, ഇതിൻ്റെ അകത്തേക്ക് കയറി. അങ്ങനെ നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ ബസ്സാണ്, ഇതിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ബോർഡറിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. ഭയങ്കര തണുപ്പായതുകൊണ്ട് ഇതിലെ പുകകളൊക്കെ വരുന്നത് വാഹനത്തിൻ്റെ ബാക്കിൽ നിന്നും. അപ്പോൾ ഇനി യാത്രയിൽ എന്തെങ്കിലും കാഴ്ചകൾ പ്രധാനപ്പെട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ കാണും, ഇല്ലെങ്കിൽ ബോർഡർ കേട്ടോ. അങ്ങനെ നമ്മൾ മെസഡോണിയ സ്കോപ്ജെനോട് വിട പറയാണ്. ഇനി നമ്മൾ പോകുന്നത് ബോർഡറുകളിലേക്കാണ് കേട്ടോ. നല്ല തണുപ്പും റിസ്ക്കുമുള്ള, അതായത് സെർബിയയായിട്ട് കൊസോവോക്കുള്ള പ്രശ്നങ്ങളുള്ള ബോർഡറാണ്. ആ ബോർഡറിൽ മെസഡോണിയക്കാരെ കടത്തിവിടും, ഇന്ത്യക്കാരെ വിടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പോയി നോക്കുകയാണ്, നടന്നില്ലേ നമ്മൾ തിരിച്ചു വരും. ഓക്കെ, ഇവിടെ നമുക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് കാസിനോകൾ കാണുന്നുണ്ട് കേട്ടോ. കാസിനോ ഇഷ്ടം പോലെ കടന്നുപോയി. ഈ കാസിനോ ചൈനക്കാരാണോ നടത്തുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ ബോർഡറിലുള്ള കാസിനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു ഗെയിമായിരിക്കാം സാധ്യതയുണ്ട്. റിസ്ക്കുള്ള വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. വലിയ ഒരു എന്താ പറയുക, വീഡിയോ കാര്യങ്ങളോ ഇല്ല, 1 വേ അല്ല വാഹനങ്ങൾ. നമ്മുടെ നാട്ടിലെ സാധാരണ റോഡ് പോലെയുള്ള റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു രാജ്യത്തിൻ്റെ ബോർഡറിലേക്കാണ് പോകുന്നത്. വിജനമായ പ്രദേശങ്ങളും മലകളും കൂടെ ഉള്ള സ്ഥലത്തു കൂടെ കേട്ടോ. താഴോട്ട് കണ്ടില്ലെങ്കിൽ ഇവിടെ സമയം 11 മണിയായി ഉച്ചക്ക്. ഇതാണ് ഇവിടുത്തെ കാലാവസ്ഥൻ്റെ അവസ്ഥ. വഴികളും ഇങ്ങനെയാണ്. ഈ മുന്നിൽ കാണുന്ന വലിയ മലയില്ലേ, ആ മലേൻ്റെ മുകളിൽ കൂടെയാണ് കേട്ടോ നമുക്ക് ക്രോസ് ചെയ്ത് അക്കരെ എത്തേണ്ടത്. ഈ മലേൻ്റെ അപ്പുറത്തെ സൈഡാണ് നമ്മളെ കൊസോവോ കിടക്കുന്നത്. ആ മലയാണ് നമുക്ക് കടക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കൊസോവോ ബോർഡർ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ മെസഡോണിയൻ്റെ ബോർഡറാണ് ഫസ്റ്റിൽ കാണുന്നത്. ബോർഡറിൻ്റെ ഭാഗത്തേക്ക് വണ്ടി എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. മെസഡോണിയനും ചിലപ്പം പുറത്തേക്ക് വിട്ടെന്ന് വരും. കൊസോവോ മാത്രമേ നമുക്ക് ടെൻഷനുള്ളൂ. പക്ഷേ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ചെറിയൊരു ബോർഡറാണ്, മലൻ്റെ മുകളിലുള്ള ഒരു ചെറിയ ബോർഡറാണ്. ചെറിയ ചെറിയ സൗകര്യങ്ങളാണ് കാണുന്നത്. ഇത് നമ്മൾ മെസഡോണിയൻ്റെ ബോർഡർ കേട്ടോ. മെസഡോണിയനെ കടക്കുകയാണ് നമ്മൾ പുറത്തേക്ക് കേട്ടോ. ഇവിടെ പാസ്പോർട്ട് ചോദിക്കുമെന്ന് അറിയില്ല. ഇവിടെ മെസഡോണിയൻ്റെ ബോർഡർ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല, ചെറുതാണ് കേട്ടോ, വളരെ ചെറുതാണ്. ഒരു ചെറിയ കൗണ്ടർ, നമ്മളെ ടോളിൻ്റെ പോലെയുള്ള സ്ഥലത്തുള്ള കൗണ്ടറുകൾ പോലത്താണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. നമ്മളോട് ബോർഡറിൽ നേരിട്ടിട്ട് ഇറങ്ങാൻ പറയുന്നുണ്ട് കേട്ടോ. ബോർഡറിലേക്ക് നമ്മൾ നേരിട്ടിട്ട് പോവുകയാണ്. ഇതാണ് സ്ഥലം. നമ്മൾ ബോർഡറിൻ്റെ അടുത്തേക്കുള്ള പോകുന്ന കേട്ടോ. പാസ്പോർട്ട് കാണിക്കാൻ പോകും.
അങ്ങനെ നമ്മൾ മെസഡോണിയൻ ബോർഡർ കടന്നിരിക്കുകയാണ്. ഇതാണ് മെസഡോണിയൻ ബോർഡർ. ഇനി നമുക്ക് പോകേണ്ടത് ഇവിടേക്ക് കൊസോവോൻ്റെ ഭാഗത്തേക്കാട്ടോ. ഇതാണ് അതിൻ്റെ സ്ഥലം. ശരിക്ക് കുറേ നമ്മളെ ആൾക്കാരൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് അവർ നോക്കി, പക്ഷെ ഇവിടെ ഒരു പ്രശ്നവുമില്ല. എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ അങ്ങനെ ഇന്ത്യൻ ബോർഡറിലേക്ക് ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ പാടില്ല, ഈ വാഹനക്കാർ കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, പക്ഷേ ഇയാൾ ഞാൻ വേറൊരാൾ റെക്കമെൻഡിൽ പോകുന്നതാണല്ലോ, അങ്ങനെ വന്നതാണ്. അപ്പോൾ അയാൾ അറിയാതെ വിട്ടതാണ്, ഇന്ത്യയിൽ അമേരിക്കൻ വിസ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അയാൾ കഴിച്ചില്ലേ. അപ്പം എന്നെ അവിടെ പിടിച്ചു വെച്ചു. എന്നോട് പറഞ്ഞു, നിനക്ക് തിരിച്ച് വേണമെങ്കിൽ പോകാം, അതല്ലാതെ നീ വരാൻ പാടില്ല നമ്മളെ ബോർഡറിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു യാത്രേൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും രീതിയിലൊന്ന് പോകാനുള്ള സംവിധാനം തരണം, എൻ്റെ ഇത്രയും വിസകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മെയിൻ ഓഫീസർ എനിക്കൊരു അപ്രൂവൽ ലെറ്റർ കണ്ടു. ഒരു പേപ്പർ കണ്ടില്ല, നിങ്ങൾ അതിൽ കാണിച്ച ആ പേപ്പർ പ്രകാരം നമ്മൾ ഇന്ത്യക്കാരൻ ഇവിടെ വന്നു, അവനെ തിരിച്ചു വിട്ടു എന്നുള്ളതാണ്. എന്നിട്ട് നീ പോയിട്ട് ഒരു മണിക്കൂർ കറക്കി പോരെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട് ഞാനൊരു 5 യൂറോവും കൊടുത്തു. നമ്മൾ യാത്ര പോവുകയാണ്, മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ കാണാൻ പോകുന്നതാണ് നമ്മളിപ്പോൾ തൽക്കാലം കണ്ടിട്ട്. ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തിരിച്ചിട്ട് എവിടെ വരണം, ഞാൻ ഇതേ ബോർഡർ കൂടിയ കടന്ന് അയാൾ ആക്കി തരും. എന്നിട്ട് അയാളെ ടാക്സി തന്നെ എന്നെ കൊസോവോൻ്റെ മെസഡോണിയൻ്റെ ബോർഡറിൻ്റെ ബസ് കിട്ടുന്ന ഭാഗത്തേക്ക് ആക്കി തരാമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ കൊസോവോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെർബിയയായിട്ട് ഒരുപാട് വലിയ യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവർക്ക് ശത്രുത ഉള്ളത് കൊണ്ട് സെർബിയൻ്റെ ഭാഗത്ത് ഇന്ത്യ നിൽക്കുകയും കൊസോവോനെ അംഗീകരിക്കാതിരിക്കുകയും. അപ്പോൾ സെർബിയൻ്റെ കൂടെ ഇന്ത്യ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയോട് ഇവർക്കുള്ള വിരോധം. ഇത് ബ്രിട്ടനോടും ഒക്കെ ഇവർക്ക്, ഈ രാജ്യക്കാർക്ക് ഉള്ള വിരോധത്തിൻ്റെ ഭാഗം ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ഇതിൽ പോകാൻ പറ്റാത്തത്. എന്തോ ഭാഗ്യത്തിന് അയാൾ നല്ല ഓഫീസർ ആയതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് കൊസോവോൻ്റെ ഈ കാഴ്ചകൾ കാണാനുള്ള അവസരം കിട്ടി എന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ അമേരിക്കൻ എംബസിയിലിട്ടാണ് ഇതിൻ്റെ വിസക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ എന്തോ രീതിയിലാണ് നമുക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടുക, പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മളെ കൊസോവോ കാഴ്ചകൾ. വേറെ നമുക്കൊരു ദിവസം കൊസോവോയിൽ നിൽക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ ഭാഗ്യവശാൽ നമ്മളെ ഈ യാത്രയിൽ 11 രാജ്യങ്ങളെ യാത്രയിൽ നമുക്കൊന്ന് കടന്ന് 1 മണിക്കൂർ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാൻ കഴിഞ്ഞെന്നുള്ളത് മാത്രമാണ്. ഇനി നമ്മൾ സെർബിയൻ്റെ ബോർഡറിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് സെർബിയൻ്റെ ബോർഡറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വലിയ ബോർഡറാണ്. അവിടുന്ന് നമ്മൾ തിരിച്ച് നേരെ പോന്നു. ഇവിടെ തന്നെ കുറച്ചൊരു 40 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മെസഡോണിയൻ്റെ ബോർഡറിലാണ്. ഇവിടെ വലിയ ട്രാക്കും സൗകര്യങ്ങളൊക്കെ കാണുന്നത്. നമ്മൾ എമിഗ്രേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. എമിഗ്രേഷനിലേക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് എമിഗ്രേഷൻ. എല്ലാവരും ലൈനായിട്ട് നിൽക്കുകയാണ് ഇവിടെ. ഇത് വലിയ എമിഗ്രേഷനാണ് കേട്ടോ, നല്ല വലുപ്പമുണ്ട്. എല്ലാവരും ലൈനായിട്ട് നിൽക്കണം ഇവിടെ. കൗണ്ടറിൽ നമ്മൾ ഇവിടുത്തതും മെസഡോണിയൻ്റെതും, ആ കൗണ്ടറിൽ സെർബിയൻ്റെതും കേട്ടോ. ഇവിടെ നിന്ന് അടിച്ചിട്ട് നേരെ അവിടെ പോയി കഴിഞ്ഞാൽ എൻട്രി ചെയ്യും. അങ്ങനെ നമ്മൾ ബോസ്നിയയിലേക്ക് കടന്നിരിക്കുകയാണ്. സെർബിയയിലേക്ക്. സെർബിയയിൽ വിസയൊക്കെ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിസ ഉണ്ടെങ്കിലും ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ട്. പിന്നെ നമ്മളെ കൊണ്ടുവന്നിട്ട് കസ്റ്റംസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അവിടെ എനിക്ക് ആദ്യമായിട്ട് ഇപ്പോൾ യാത്രയിലുണ്ടായ ഫസ്റ്റ് അനുഭവമാണ്. ഫുള്ള് ബാഗൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ താടി ഈ കോലത്തിൽ കണ്ടിട്ടായിരിക്കും, ഷേവ് ചെയ്യാത്ത കണ്ടിട്ടായിരിക്കും അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക സംശയമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സെർബിയയിലാട്ടോ. വെൽക്കം സെർബിയ. എൻ്റെ എത്രാമത്തെ രാജ്യമായി? 7ാമത്തെ രാജ്യമായി. 8ാമത്തെ രാജ്യം. 8ാമത്തെ രാജ്യമായ സെർബിയയിലാണ് ഇപ്പോൾ ഉള്ളത്. 9 മോണ്ടിനീഗ്രോ, 10 ബോസ്നിയ. അത് കഴിഞ്ഞാൽ നേരെ ലണ്ടൻ. നമുക്ക് ബോസ്നിയയിൽ കടന്നു. അപ്പോൾ ഈ ബോസ്നിയയിലെ നിഷ് എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ നിഷ് എന്ന് പറഞ്ഞ സിറ്റിയിലെ കാഴ്ചകളാണ് കാണുന്നത്. നിഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റലിൽ എത്തുന്നതോടുകൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കൂടെ കഴിയും. നാളെ നമ്മുടെ സെർബിയ അടിച്ചു പൊളിക്കും. സെർബിയയിലെ കാഴ്ചകൾ, അവിടുത്തെ സിറ്റീൻ്റെ കാഴ്ചകളെല്ലാം. അപ്പം സ്റ്റേറ്റ് നമ്മൾ 8ാമത്തെ രാജ്യം കടന്നു. അങ്ങനെ നമ്മൾ ഇന്ന് കൊസോവോ യാത്രയിൽ അവർ നമുക്ക് വിസ റിജക്റ്റ് ചെയ്തു. പക്ഷേ ഒരു അരമണിക്കൂർ അവിടെ തൊട്ടടുത്ത് കറങ്ങാനുള്ള ഒരു വണ്ടിയിൽ സൗകര്യം ഒരുക്കി തന്നു. ഒരു ചെറിയ പെർമിഷനും തന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ മെസഡോണിയയിലേക്ക്
തിരിച്ച് സെർബിയയിലേക്ക് വന്നിട്ടു. അപ്പോൾ ഈ സെർബിയയും കൊസോവോയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇന്ത്യൻ്റെ വിസക്ക് പാസ്പോർട്ടിന് ഒരു വലിയ വില ഇവർ കാണുന്നില്ല എന്ന് എനിക്ക് തോന്നി. പക്ഷേ അൽബേനിയയിലോ മറ്റ് നമ്മളെ മെസഡോണിയയിലൊന്നും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. എന്തായാലും നമ്മളിപ്പോൾ സെർബിയയിലെത്തി. അപ്പോൾ ഇനി നമ്മൾ സെർബിയയിലെ നിഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എല്ലാവരും ബെൽഗ്രേഡൊക്കെയാണ് പോവുക. നമ്മൾ നിഷ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഇന്ന് ഹോസ്റ്റലിൽ സ്റ്റേ ആണ്. നാളത്തെ സെർബിയൻ കാഴ്ചകൾ നമുക്ക് വിശദമായിട്ട് കാണാനും കഴിയും. ഇവിടെ ഇപ്പോൾ സമയം 3 ആയിട്ടുള്ളൂ കേട്ടോ. 3 മണി ആവുന്നേ ഉള്ളൂ. 2:45 ആയിട്ടുള്ളൂ ഉച്ചക്ക്. ഇപ്പോഴേക്ക് കണ്ടില്ല ഇവിടുത്തെ അവസ്ഥ. വീടുകളും കാര്യങ്ങളൊക്കെ നല്ല മഞ്ഞ് വീട് ശരിക്ക് മഞ്ഞ് മൂടൽ തന്നെയായി. മൊത്തത്തിൽ അത്രത്തോളം തണുപ്പാണ്. ഇവിടെ -7 തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കൂടുമില്ല എന്നുള്ളത് അറിയില്ല. എന്തായാലും നമ്മൾ ബോർഡറൊക്കെ കടന്നു കിട്ടി. അത്രയും ഇഷ്യൂസൊക്കെ കഴിഞ്ഞു. ഇനി കൂടുതൽ തണുപ്പുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റാതിരിക്കുക എന്നല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സെർബിയയിലെ ഒരു സാധാരണ ഒരു സിറ്റിയാണ് കേട്ടോ. നമ്മളവിടേക്ക് എത്തിയിരിക്കുകയാണ്. സിറ്റിയിലെ റോഡുകളൊക്കെ കോൺക്രീറ്റ് ആണ് കേട്ടോ. കാണുന്നതൊക്കെ കോൺക്രീറ്റ് ആണ്. ടാറിൻ്റെ റോഡുകൾ കാണുന്നില്ല. ഒക്കെ പഴമയിലുള്ള ഒരു മെയിൻ്റനൻസിൻ്റെ സ്ഥലങ്ങളായിട്ടാണ് കാണുന്നത്. പുതിയ ഇടിപൊളി ബിൽഡിങ്ങുകളൊക്കെ വളരെ കുറവാണ്. നമ്മളെ ഒരു ഗ്രാമങ്ങളിലെ ഷോപ്പ് പോലത്തെ മൂലകളിലൊക്കെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പണ്ടത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മരങ്ങളൊക്കെ ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. -7 ഇവിടുത്തെ തണുപ്പ് ഇപ്പം ഉള്ളത്. മഴ പെയ്തിട്ടില്ല, മഴയല്ല ഇത്. സംഭവം തണുപ്പ് കൊണ്ടാണ് കേട്ടോ. ഐസിൻ്റെ തണുപ്പ്. ഗ്രാഞ്ചെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വരുന്നതിലെ ആദ്യത്തെ സിറ്റി കേട്ടോ. ഗ്രാഞ്ചെ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് നമ്മളെത്തിയത്. അടുത്തത് നമ്മളെ സിറ്റി കേട്ടോ. നിഷി എന്ന് പറയുന്നതാണ് നമ്മളെ സിറ്റി. ഇത് ശരിക്ക് നമ്മളെ ഈ എന്താ പറയുക ബാൽക്കൻ കൺട്രീസിൻ്റെ ഒരു സർവീസാണ് കേട്ടോ. ഗവൺമെൻറ് തലത്തും പോലെയുള്ള ഒരു സർവീസാണ്. അതുകൊണ്ട് ഇത് എല്ലാ ബസ് സ്റ്റാൻഡുകളിലും നിർത്തിയിട്ട്, വലിയ ബസ് സ്റ്റാൻഡുകളിലൊക്കെ നിർത്തി പോകും. നമ്മളെ KSRTC ഒക്കെ ബാംഗ്ലൂരേക്ക് പോകുമ്പോൾ മൈസൂരൊക്കെ കയറി പോകുന്നത് പോലെ. നമ്മളെ നാട്ടിലെ വീടുകൾ പോലെ തന്നെയല്ലേ ഓരോ വീടുകൾ കണ്ടില്ലെങ്കിൽ, നാട്ടിലെ പഴയ വീടുകൾ. ഇപ്പം എല്ലാം നമ്മളെ നാട്ടിലൊക്കെ ഇതിനകടെയുള്ള ഭംഗിയിലല്ലേ വീടൊക്കെ ഉള്ളത്. ഓരോരോ വീടുകളും അതിൻ്റെ മരങ്ങൾ ശരിക്കും നമുക്ക് ഗ്രീനിഷ് കാണാത്തത് മഞ്ഞുകാലമായതുകൊണ്ട് കേട്ടോ. ഈ മഞ്ഞുകാലത്താണ് യൂറോപ്പിലാകെ ബുദ്ധിമുട്ടുള്ളൂ. മഞ്ഞുകാലം അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഈ ഭാഗങ്ങളിൽ കുറവായിരിക്കും. ഈ സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലേക്കുള്ള ഒരു വലിയ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മലൻ്റെ മുകളിൽ കാണുന്നുണ്ട്. നന്നായിട്ട് കാണാം. ചെറിയ കുടിലുകൾ പോലത്തെ വീടുകൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് യൂറോപ്പിലെ ജീവിത രീതി. എല്ലാവരും ഭയങ്കര ജീവിതമാണെന്നൊന്നും വിചാരിക്കരുത്. സൗകര്യങ്ങളൊക്കെ ഉള്ള സൗകര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണ് ചെയ്യുന്നവരൊക്കെ. യൂഗോസ്ലാവിയ വിഭജിച്ചിട്ട് വന്നതിലെ പ്രധാനപ്പെട്ട വലിയ 2 രാജ്യങ്ങളാണ് കേട്ടോ, സെർബിയയും ബോസ്നിയയും. നമ്മളിനി കാണാനുള്ളതാണ്. മോണ്ടനെഗ്രോ നമ്മൾ കഴിഞ്ഞതുപോലെയുള്ള ഒരു രാജ്യമാണ്. ശരിക്കും മെസഡോണിയ പോലത്തെ ഒരു രാജ്യമാണ്. അതേസമയത്ത് ബോസ്നിയയും സെർബിയാണ് ഏറ്റവും വലിയ രാജ്യങ്ങൾ. ബോസ്നിയ മുസ്ലിങ്ങളുടെ കേന്ദ്രങ്ങളും ഇത് ക്രിസ്ത്യൻ്റെ കേന്ദ്രവുമായിട്ടാണ്. ബാക്കിയൊക്കെ ചെറിയ ചെറിയ രാജ്യങ്ങൾ, ഓരോന്നും വിഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഇവിടുത്തെ പ്രത്യേകതകൾ മതിലില്ല എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ആദ്യം കിട്ടിയ മതിലാണ്. ഇവിടെ മതിലുകളില്ല. അതിനങ്ങനെതാ അടുത്തടുത്തൊക്കെ ഓപ്പണായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും കേട്ടോ. ആ അരുവിൻ്റെ സൈഡ് കണ്ടെങ്കിൽ വൃത്തിയിൽ കണ്ട. ഇതേപോലെ മറ്റൊരു ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. മറ്റൊരു ബസ് സ്റ്റേഷനാണ്. ഇവിടെ ബസ്സുകളും ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു പഴയ ബസ് സ്റ്റോപ്പ് തന്നെ, ഓട്ടോ ബസ്. ബസ് സ്റ്റേഷനിൽ നിർത്തി ആൾക്കാരൊക്കെ ഒന്ന് ഇറങ്ങി. ഭയങ്കര തണുപ്പായതുകൊണ്ട് ആൾക്കാരൊന്നും പുറത്തിറങ്ങിയിട്ടില്ല. ഇതുപോലെ ഒരു ഒറ്റപ്പെട്ട ചെറിയ ചെറിയ സിറ്റികളിൽ സ്റ്റോപ്പുകളുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് ഇതുപോലത്തെ സ്റ്റോപ്പുകൾ. ഇത്
ഇതാണ് ബസ് സ്റ്റോപ്പ്, ഇതിൻ്റെ പേര്. ഭയങ്കര മലകളുള്ള സ്ഥലത്തുള്ള ഒരു സിറ്റിയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് മലകളാണ്. കണ്ടില്ലെങ്കിൽ ഓരോ മലേൻ്റെ ചെരുവുകളിലൂടെയാണ് നമ്മളെ ഊട്ടീൻ്റെ വേറൊരു ഭാഗം പോലെയുള്ള സ്ഥലങ്ങളാട്ടോ. ഊട്ടി പോലെ തന്നെ ഓടിൻ്റെ ഇതും ഒക്കെ ആയിട്ട് ആൾക്കാർ വൈകുന്നേരം ഇപ്പം 4 മണിയായി. 4 മണിയാകുമ്പോഴേക്ക് ശരിക്കും ഇരുടായി, ആൾക്കാരെ കാണാനില്ല കേട്ടോ. അതേപോലെ മറ്റൊരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ബസ്സിൻ്റെ. നമ്മളാരും പുറത്തിറങ്ങിയിട്ടില്ല. ചെറിയൊരു സ്റ്റേഷനാണ്. ഇവിടെ ഇറങ്ങാനും കയറാനും ആൾക്കാരുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ ഡോർ ക്ലോസ് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മളെ 8ാമത്തെ രാജ്യമായ സെർബിയയിലാണ് നമ്മളുള്ളത്. നമ്മളെ യാത്രയിലെ 8ാമത്തെ രാജ്യമായ സെർബിയയിലെ നിഷ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അടിപൊളി ഒരു ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ വന്നത്. വലിയ ബസ് സ്റ്റാൻഡാണ്. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ സ്റ്റേ ആണ്. അപ്പം നാളെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നതായിരിക്കും. പിന്നെ എൻ്റെ യാത്രയിലെ 67ാമത്തെ രാജ്യം കൂടിയാണ് സെർബിയ എന്ന് പറയുന്നത്. എൻ്റെ 67ാമത്തെ രാജ്യം കൂടിയാണ്. അപ്പം നമ്മളെ ഹോസ്റ്റലിലേക്ക് പോകാട്ടോ. കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വൈകുന്നേരം 5 മണിയായിട്ടുള്ളൂ. പക്ഷേ നല്ല ഇരുട് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വന്ന ബസ്സിൻ്റെ കമ്പനി ശരിക്കും സെർബിയയിലെ കമ്പനിയാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ വലിയൊരു ബസ് സ്റ്റാൻഡ്, നമ്മൾ KSRTC പോലെ ചുവപ്പ് കളറിലൊക്കെ ആയിട്ട് അടിപൊളി ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പം നമ്മൾ സെർബിയയിലെ നിഷ് എന്ന് പറഞ്ഞ സിറ്റീൻ്റെ അകത്താട്ടോ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 5 മണി ആയിട്ടുള്ളൂ. -7 പിന്നെ ഇരുടുമാണ്. ആൾക്കാരൊന്നും കാണാനില്ല. പേടിയാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ. എത്രയും പെട്ടെന്ന് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സെർബിയയിലെ നിഷിലാണ്. എന്താണ് സ്ഥിതി? നല്ല തണുപ്പാണ്. -7 ആൾക്കാരാരുമില്ല. അപ്പോൾ നല്ലൊരു സ്ഥലത്താട്ടോ നമ്മൾ എത്തിയതെന്ന് തോന്നുന്നു. കണ്ട കാഴ്ചയിൽ നല്ല വൃത്തിയും നല്ല പുതിയ സെറ്റപ്പും ഒക്കെ ഉള്ള നദിയൊക്കെ ഉള്ള നമ്മൾ പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും റൂമിലെത്തണം അർജൻറ്റ്. ഇന്നത്തെ യാത്ര വളരെ ബുദ്ധിമുട്ട്. ഒന്നാമത് തണുപ്പും പല കാര്യങ്ങളൊക്കെ ആയിപ്പോയിട്ടാണ്. പിന്നെ നമ്മളെ ബോർഡറിൽ നമ്മളോട് പെരുമാറിയ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. പക്ഷെ ഇതൊക്കെ ഓക്കെയാണ് കേട്ടോ. യാത്രയ്ക്ക് ഇതൊക്കെ ഉണ്ടാവും. ഇതൊന്നുമില്ലാതെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. ബോർഡർ വഴി യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിൽ പോയിട്ട് എയർപോർട്ടിൽ എത്തുന്നത് പോലെയല്ല. ഇവർ വലിയ ഡീസൻ്റായിട്ട് പെരുമാറൊന്നുമില്ല. എയർപോർട്ടിലാണ് ഇവരെ എല്ലാ സിസ്റ്റം ഉണ്ടാവുക. അത് എല്ലാ രാജ്യത്തും അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ വന്നത്. അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നല്ല എന്താ പറയുക, ശാന്തസുന്ദരമായ ഒരു സ്ഥലം. HMൻ്റെ അടിപൊളി ഒരു മോൾ അവിടെ കാണുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നാളെ നോക്കിയിട്ട് നമുക്ക് നാളത്തെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യണം. 5 മണിയായിട്ടുള്ളൂ. ആൾക്കാർ ഫുള്ള് കുറവാണ് ആൾക്കാരുള്ളത്. നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ബ്ലൂമിൻ ഹോസ്റ്റൽ എന്ന് പറഞ്ഞതാണ് നമ്മളെ ഹോസ്റ്റൽ. ഈ കാണുന്ന ബിൽഡിങ്ങാണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നലെ താമസം പോലെ ഒന്നല്ല. ഒന്ന് പോയി നോക്കാം നമുക്ക് എന്തൊക്കെ വിശേഷങ്ങൾ. അങ്ങനെ നമ്മളെ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. 4 ബെഡുള്ള ഹോസ്റ്റൽ കേട്ടോ. 4 ബെഡുള്ളതാണ്. അപ്പം ഇന്നിവിടെ ആരുമില്ല. ഞാൻ ഒറ്റക്കേ ഉള്ളൂ. അതിനെക്കൊണ്ട് ഈ ഫുൾ റൂം എനിക്ക് തന്നെയാണ്. ബാത്റൂമൊക്കെ അടിപൊളിയാട്ടോ. നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. പിന്നെ ഭയങ്കര റഷുള്ള സിറ്റി ആയതുകൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള ഒരു കൺജസ്റ്റഡ് ഉണ്ടാവും. അത് കൺജസ്റ്റഡ് മീൻസ് ചെറുപ്പമായിരിക്കും. പക്ഷെ നല്ല ബെഡാണ്. ബെഡുകൾ, കിടക്കകൾ കുഷാറാണ്. ഞാൻ എത്തിയിട്ടേ ഉള്ളൂ. ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. ആരുമില്ല കേട്ടോ. അലമാരൊക്കെ ഉണ്ട്. നമ്മളെ ഇതൊക്കെ വെക്കാനുള്ള ഹോസ്റ്റലിൽ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഹീറ്റ് അടിക്കണമെങ്കിലുള്ള AC ഉണ്ട്. എല്ലാം കൊണ്ട് ഉഷാറാണ്. എനിക്ക് ലോക്ക് എൻ്റെ കയ്യിൽ തന്ന് ആരും വേറെ ഇല്ല, നീ ഒറ്റക്കാണ്, നീ അടിച്ച് പൊളിച്ച് കിടന്നു എന്ന് പറഞ്ഞു. അതാണ് നമ്മളെ ഇന്നത്തെ അത്. ഇങ്ങനെയാണ് ഇത്. നമുക്ക് 9 യൂറോ ആണ് കേട്ടോ. പക്ഷേ ലേശം കൂടുതലാണ്. പക്ഷേ 9 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ഫെസിലിറ്റി വെച്ച് നോക്കുമ്പോൾ തെറ്റൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ 1000 രൂപ. ഓക്കെ. അപ്പോൾ ഞാൻ ഇത്തിരി ബർഗർ വാങ്ങിച്ചു വന്നതാണ്. അപ്പം ബർഗറിന് എത്രയും നമ്മളെ നാട്ടിൽ 200 രൂപ ഫുള്ള് ബർഗർ ഇതെല്ലാം കൂടിയായിട്ട്. ഇവിടെ കറൻസി ദിനാർ തന്നെയാണ്. നമ്മളെ നാട്ടിലത്തേക്കാളും നാട്ടിലത്തെ 1.30 വരും. അതായത് നമ്മളെ നാട്ടിലത്തെ ഉറുപ്പ്യക്ക് ഇവിടെ 1.30 കിട്ടും. അങ്ങനെയാണ് ഇവിടുത്തെ കറൻസി വാല്യൂ കേട്ടോ.
അപ്പം നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു യാത്രയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി നമ്മൾ നേരെ കൊസവോ പോയിട്ട് നമുക്ക് സ്റ്റാമ്പ് വിസ തന്നില്ല, പകരം ഒരു പേപ്പർ പെർമിറ്റ് തന്നിട്ട് അരമണിക്കൂർ കൊണ്ട് ഒരു ടാക്സി വിളിച്ചിട്ട് 5 യൂറോന് കറങ്ങി വന്നോളാൻ പറഞ്ഞു. ഒരു പെർമിഷൻ തന്നു എനിക്ക് ഒരു ചെറിയ, അത് തന്നെ ഞാൻ US വിസയും ഇതൊക്കെ കാണിച്ചത് കൊണ്ട് തന്നാണ്. ശരിക്കും ഇന്ത്യക്കാർക്ക് നേരിട്ടിട്ട് വിസ എടുത്ത് തന്നെ വരണം, അതല്ലെങ്കിൽ ഷെങ്കൻ വിസ ഉള്ള ചില സമയത്ത് ഇന്ത്യക്കാരെ കടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഓരോ മൂഡ് അനുസരിച്ചിട്ടാണ്. ഇന്ന് ഇന്ത്യയിൽ ഷെങ്കൻ വിസ തീർന്നു പോയതുകൊണ്ടാണ്. ഷെങ്കൻ വിസ ഇന്ന് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കയറ്റുമായിരുന്നു, അതായിരുന്നു സത്യം. ഷെങ്കൻ വിസ എൻ്റെത് റുമാനിയയിൽ നിന്നതോടുകൂടി കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് വീണ്ടും അടുപ്പിക്കണം. അപ്പോൾ UK വിസയും US വിസ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, ഓസ്ട്രേലിയ വിസ ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ആകതേ ഉള്ളൂ അവർക്ക് UK വിരോധമുള്ളതാണെന്ന് തോന്നുന്നു, ഇന്ത്യനെ പോലെ തന്നെ. അപ്പോൾ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഓരോ ഇത് സംസാരിച്ചൊക്കെ സെറ്റായി. പിന്നെ അത് കഴിഞ്ഞ് ആ സ്ഥലങ്ങളൊക്കെ കുറച്ച് കണ്ടു. അവിടുന്ന് നമ്മൾ തിരിച്ച് ബസ്സിന് നമ്മൾ എവിടെ എത്തി, നമ്മൾ വീണ്ടും സ്കോപ്ചയിലെത്തി. അവിടെ നിന്ന് നമ്മൾ വീണ്ടും സെർബിയയിലേക്ക്, നമ്മൾ അടുത്ത രാജ്യമായ സെർബിയയിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ഒരു സമയവും വേസ്റ്റ് ആക്കാതെ ഓടിപ്പാഞ്ഞ് വന്ന് നേരെ ഭക്ഷണം കഴിച്ച് നമ്മൾ സ്കോപ്ജയിലെത്തിയപ്പം ബസ് ഉണ്ടായിരുന്നു റെഡി ആയിട്ട് 1 മണിക്ക്. അതിൽ കയറി ഇവിടെ എത്തി. ഇപ്പോൾ അതാ നമ്മൾ സെർബിയയിലാണ്, നമ്മളെ 8ാമത്തെ രാജ്യമായ സെർബിയയിലെത്തിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടാട്ടോ തോന്നിയത്. ഇന്നലെയും മിനിയാന്നൊക്കെ എന്തായിരുന്നു എന്ന് പറയണ്ടേ, ഈ മറ്റേ കൊസോവോയിലെ ഇഷ്യൂ ഇങ്ങനെ കേട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ നമ്മളിവിടെ നിന്ന് നമ്മൾ അൽബേനിയ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കൊസോവോ ഇന്ത്യക്കാർക്ക് പോകാൻ കഴിയില്ല, അങ്ങനെ എന്നൊക്കെ പ്രശ്നങ്ങൾ കേട്ടിട്ടുള്ള ഒരു മൂഡ് ഔട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയ പോലെയാണ് ഉള്ളത്. എന്തായാലും നാളെ രാവിലെ മുതൽ നമുക്ക് ബാക്കി ദിവസങ്ങൾ അടിച്ചു പൊളിക്കാം. നാളെ രാവിലെ നമ്മൾ ഇവിടെ സെർബിയൻ്റെതാക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ മോണ്ടനിഗ്രോ പോകാണ്ട്, അത് കഴിഞ്ഞാൽ ബോസ്നിയയും പോകാണ്ട് കേട്ടോ. ഇത്രയും രാജ്യങ്ങൾ കഴിഞ്ഞിട്ട് ലണ്ടനിലേക്കും. ഇനി 4 രാജ്യങ്ങളാണ് നമുക്ക് ബാക്കി. 7 രാജ്യങ്ങളാണ് നമ്മളിപ്പോൾ പൂർത്തിയാക്കിയത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ചെറിയ ബുദ്ധിമുട്ടുകൾ ഇത്തരം യാത്രകൾക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വന്നിരുന്നു. എനിക്ക് വാങ്ങിച്ച സിമ്മിൻ്റെ കയ്യിലുണ്ടായിരുന്ന റോമിംഗ് സിമ്മിൻ്റെ നെറ്റൊക്കെ തീർന്നു പോയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഈ യാത്ര ബഡ്ജറ്റ് യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കഴിയുന്നത്ര ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ഒന്നുകൂടി ഉഷാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുക. അതുവരെ എല്ലാവർക്കും സന്തോഷമായിട്ട് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കൊസോവോൻ്റെ കാര്യങ്ങൾ, സെർബിയൻ്റെ കാര്യങ്ങൾ, ബോർഡർ കിടക്കുന്ന ഒക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അത്രയും പഠിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നാളെ സെർബിയയുടെ വിശാലമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് കാണാം. അതുവരെ ബൈ.